പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന മക്കള് അവരിന്ന് യാത്ര ചെയ്യുന്ന ഓരോ വീഥികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിന്ന് സംസാരിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് അനുകൂലമായി കർത്താവ് ക്രമീകരിക്കപ്പെടട്ടെ. നിങ്ങളിന്ന് എഴുതുന്ന പേപ്പറ് കർത്താവ് ആശീർവദിക്കുന്നു. നിങ്ങളിന്ന് ഒപ്പിടുന്ന ഒപ്പുകൾ നിങ്ങൾക്കൊരിക്കലും തിരിച്ച് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനും ഭാവി നിങ്ങൾക്ക് അനുകൂലമായി അത് മാറാൻ കർത്താവ് അതിൻ്റെ ഉള്ളിലുള്ള തിന്മകളെ കർത്താവ് നിർവീര്യമാക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, നീയും നിൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും പോറ്റുന്നതിന് വേണ്ടി നിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ജീവസന്ധാന മാർഗത്തിന് വേണ്ടിയുള്ള നിൻ്റെ അധ്വാനങ്ങൾ
നിൻ്റെ ഓഫീസ് വർക്കുകൾ, നിൻ്റെ തൊഴിലിടങ്ങൾ, നിൻ്റെ ജോലിക്കാര്യങ്ങൾ, അവിടെ നിനക്ക് ശത്രുക്കളായി നിൽക്കുന്ന വ്യക്തികളുടെ ശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ, അവരെ കെട്ടിച്ചയച്ചിരിക്കുന്ന പാട്ടിൽ സ്ഥലത്തുണ്ടാകുന്ന വിഷമതകൾ, അവരും നീയും തമ്മിലും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്ന ഓരോ സംസാരങ്ങളും ഇടറിപ്പോകുന്ന സംസാരങ്ങളിൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും അത് സമാധാനത്തെ കലാശിക്കുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ, ഗർഭിണികൾ പോലും ഗർഭശിശുവിന് കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പേടിച്ചും നിലവിളിച്ചും കഴിയുന്നവരെ അവർ വയറെ പിടിച്ച് ഈ സമയം പ്രാർത്ഥിക്കട്ടെ, വരെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു, നിൻ്റെ ഗർഭത്തെ ശിശുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗികളും മറ്റു പലതരത്തിലുള്ള രോഗികൾ, ഉള്ളംകാർ വരെ നിൻ്റെ ഓരോ അവയവങ്ങളെയും കർത്താവ് സ്പർശിക്കേണ്ട ദൈവപൈതലേ. കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നിനക്ക് വേണ്ടി തിരുലാൽ മുറിവേറ്റവൻ, നിനക്ക് വേണ്ടി മുറുക്കിടാൻ ചൂടിയവൻ, അവൻ്റെ വിശുദ്ധമായ രക്തം നിന്നിലേക്ക് ആവഹിക്കുകയും അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ, നിൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. ദൈവത്തിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്നൊക്കെ ഇനി എന്തെല്ലാം സംഭവിക്കും ദൈവത്തിന് ഒത്തിരി പിടിയുമില്ല. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, വീട്ടിലോട്ട് കയറി വരുമ്പോൾ പുറത്ത് സമാധാനമാണ്, അകത്ത് യുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും? ആരെ സഹായിക്കാനില്ലല്ലോ, ആരെ സഹായിക്കേണ്ടവർ പോലും അവർക്ക് ഒത്തുവഴികളെപ്പോലെ എനിക്കെതിരെ നിൽക്കുന്നല്ലോ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് പതറുന്ന നിന്നെ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. കർത്താവ് നിന്നെ ശ്രദ്ധിക്കട്ടെ, കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നിൻ്റെ തിന്മ വിചാരിക്കുകയും നിൻ്റെ നഷ്ടം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ബന്ധിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. എൻ്റെ കർത്താവെ, ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ നീ എന്തെല്ലാം കാലത്ത് എന്നോട് കാണിച്ച കാരുണ്യവും, നീ എൻ്റെ പേര് കേൾക്കുമ്പോൾ എന്തെല്ലാം നിനക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടോ, ആ സന്തോഷ നിമിഷങ്ങളെ പ്രതി നിൻ്റെ അവകാശമോഹരമായ ജനങ്ങളെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ നാമം സന്ധിക്കപ്പെടട്ടെ. അവർ സന്ധിക്കപ്പെട്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുന്ന കാലത്തിനെ കാത്തിരിക്കുന്ന കർത്താവെ, Lord Jesus Christ, pour out his spirit. Touch our fingers, walk with the precious blood. Lord, infuse his spirit of power and grace. 2 സാമുവേൽ 17:23. തന്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫേൽ കഴുതയ്ക്ക് ജീനിയിട്ട് തന്റെ പട്ടണത്തിലേക്ക് പോയി. വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്തെന്ന് പറയാൻ കാരണം, ഇത് ഞാൻ ഈ പറഞ്ഞത് കേൾക്കണമെങ്കിൽ ഇന്നലത്തതോടെ ഒന്ന് കേൾക്കണം കേട്ടോ. ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലത്തൊന്ന് വായിച്ചേ. അതായത് 2 സാമുവേൽ 15:31 വായിച്ചേ. അഹിതോഫേലും അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അഹിതോഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കണമേ. അത് തൂങ്ങി മരിക്കണമെന്ന്, അവന്റെ കുടുംബം മുടിഞ്ഞു പോകണമെന്ന് ഒന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷെ കർത്താവിന്റെ ദാസനെ അങ്ങനെ ആർക്കും എഴുതി തള്ളാൻ പറ്റത്തില്ല. ശക്തനും ധീരനുമായിരിക്കുക. എന്താണ് യോശുവയ്ക്ക് കൊടുക്കുന്ന ഉപദേശം? എന്താണ്? ശക്തനും ധീരനുമായിരിക്കും. യോശുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവത്തിന്റെ കാര്യമാട്ടോ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ മക്കൾ, ഈ ആത്മീയ ജീവിതം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ജീവിതമാണ്. നമ്മളെ പല ആൾക്കാരും മതജീവിതം എന്നാണ് പറയുന്നത്. മതജീവിതമാണ് അനുഷ്ഠിക്കുന്നത്, ആത്മീയ ജീവിതമല്ല. നിങ്ങൾക്കത് മനസ്സിലാക്കിക്കൊള്ളും പിന്നീട്. പല ആൾക്കാരും ആത്മീയ ജീവിതം എന്ന് പറയുന്നത് മതജീവിതവും ജാതി ജീവിതവുമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതജീവിതവും ജാതി ജീവിതവും ജീവിക്കുന്നവരുള്ളവർ. They are not actually leading the spiritual life, especially biblical spirituality. Biblical spirituality എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും നയവുമാണ്. അതാണ് ജോഷുവോട് പറയണത്. ശക്തനും ധീരനുമായിരിക്കണം.
നീ കൂടുന്നിടത്ത് ഞാൻ കൂടെ ഉണ്ടാകും, പിന്നെ നിനക്കെന്താ പ്രശ്നം? അബ്സലോമിൻ്റെ കൂടെയാണ് അഹീതോഫെൽ ചേർന്നത്, ദാവീദിനെ പാരയും സൂചിയും വെക്കാൻ ചേർന്നതാണ്. അപ്പം ദാവീദ് എന്ത് ചെയ്യും? കർത്താവേ, എനിക്കാരുമില്ല, എന്നെ സഹായിക്കണേ, ഒന്നും പറഞ്ഞില്ല. ദാവീദ് പ്രാർത്ഥിച്ചു. എന്താ കാര്യം? ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ, സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കണം എന്താണ്? ആരെല്ലാം ഇങ്ങനെയൊക്കെ തള്ളി പറഞ്ഞാലും കർത്താവ് ഗൂഢാലോചന നടത്തിയാലും എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാലനം എന്നെ എടുത്തു കളയരുത്. അതൊക്കെയാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. വായിച്ചേ സങ്കീർത്തനം 51:11. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അങ്ങ് ശപിക്കപ്പെട്ടതുപോലെയാണ്. നിന്റെ കുടുംബത്തിൽ നിന്ന് ഇനി വാള് നീങ്ങിപ്പോകത്തില്ല എന്നൊക്കെ ഇപ്പം ശപിച്ചതാ. വാള് നീങ്ങിപ്പോകത്തില്ല എന്നൊക്കെ ഇപ്പം ശപിക്കാം, വാള് നീങ്ങത്തുമില്ല. പക്ഷേ വേറെ ഒരുത്തൻ വന്ന് അവൻ്റെ കൈ ചൂണ്ടിയാൽ, അഹീതോഫെൽ ചെറിയൊരു ടേസ്റ്റ് നോക്കിയതാ, ഇവൻ ശപിക്കപ്പെട്ടവനാണ്, നാഥാൻ ഇവനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്സലോമിൻ്റെ കൂടെ കൂടിയതാണ്. പക്ഷെ എന്നാ പറ്റി? സ്വയം എരിഞ്ഞിടങ്ങിപ്പോയി. അതുകൊണ്ടാണ് പറയണത് ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. അപ്പം അതുകൊണ്ട് ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടും ഒരു നയവും ഒരു സമീപനവുമാണ്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ വചനാനുസൃതമായ ഒരു നിലപാട്, വചനാധിഷ്ഠിതമായ ഒരു സമീപനം, നയം. നിങ്ങളെ ഈ നാഷണൽ ഹൈവേ ആത്മീയമായ ദേശീയപാതയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. വചനാധിഷ്ഠിതമായ നയം എന്താണ്? ആ സമയത്ത് പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ. ദാവീദിൻ്റെ എപ്പോഴും അങ്ങനെ, അവന് ചങ്ക് പൊടിഞ്ഞു കഴിഞ്ഞാൽ ആളുടനെ പ്രെയർ ചെയ്യും, ചിലപ്പോൾ മണിക്കൂറോളം ചെയ്യും. കൊച്ച് മരിച്ച ബേർഷീബാക്ക് ഈസ് ആ കൊച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കയറിയ ദാവീദ് 3 ദിവസം ചാരവും പൂശി കട്ടിലടി കിടന്നു. പ്രേയറിന് എന്നാ പവറിലാണ് ഈ മനുഷ്യൻ, അത് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈശോയോട് എപ്പോഴും പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ തന്നെയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയം പ്രാർത്ഥനയാണെന്ന് മനസ്സിലാകത്തില്ലേ? ആ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ടത് എന്താണ്? പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ. അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതാണ് ആസ്തിഭദ്രത. കിടക്കയിൽ നിന്നും കൈപിടിച്ചുയർത്തി കൃപാസന അമ്മ മാതാവിൻ്റെ തിരുമുമ്പിൽ എത്തിച്ച തിരുക്കുമാരനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് തോമസ്, ഇതെൻ്റെ വൈഫ് ടെസി തോമസ്. ഞങ്ങൾ വരുന്നത് കണ്ണൂർ തലശ്ശേരി അതിരൂപത വായാട്ടുപറമ്പ് സെൻറ്റ് ജോസഫ് പൊറോന ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഈ കഴിഞ്ഞ 2024 സെപ്റ്റംബർ ആദ്യമാണ് പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വൈഫിന് വയറ്റിനൊരു വലിയ ഹെവിനെസ്സും വിശപ്പില്ലാഴിയൊക്കെ ഉണ്ടായത്. കൃത്യമായിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ക്യാൻസറാണ്, അതും 4th സ്റ്റേജ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ അറിയാവുന്ന ദൈവത്തെ മുഴുവൻ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ ഒക്ടോബർ 14 ഞങ്ങൾ RCCയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് ഷിഫ്റ്റ് ചെയ്തു. അവിടെ വന്ന് ഡോക്ടർ മൊത്തം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ പ്രതീക്ഷിക്കേണ്ട, കീമോ കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ആദ്യത്തെ 3 കീമോ കൊടുത്തു. 3 കീമോയും ഫെയിലായിപ്പോയി. കാരണം വയറ്റിൽ നിന്നും എല്ലാ ആഴ്ചയിലും 2.5-3 ലിറ്റർ വെള്ളം വെച്ച് കുത്തിയെടുത്തുകൊണ്ടിരുന്നു. ശരീരത്തിലെ ബ്ലഡും പ്രോട്ടീനും മൊത്തം പോയതിനാൽ കീമോ കൊടുക്കാൻ സാധിച്ചില്ല. അപ്പം ലാസ്റ്റ് അവർ പറഞ്ഞു ഇനി ഇങ്ങനെ കീമോയും നമുക്ക് തുടരാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ ഞാൻ പട്ടത്ത് ലൂർദ് മാതാ പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം ഗ്രോട്ടോയുടെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ കാൽച്ചുവട്ടിൽ കൃപാസന മാതാവിൻ്റെ ഒരു പത്രം കിടക്കുന്നു. ഞാനതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സാക്ഷിയൊക്കെ വായിച്ച് കേട്ട് ടെസ്സിയുടെ തലേണയുടെ കീഴിൽ വെച്ചു. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന എല്ലാം കഴിഞ്ഞ്
ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി 9:33 അന്നേരം അത്രയും നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ടെസി പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് എനിക്കും ആകപ്പാടെ വിഷമം തോന്നി. ഞാൻ ചോദിച്ചു എന്തു പറ്റി? അപ്പോൾ ടെസി പറഞ്ഞു വന്നു എന്ന്. ഞാൻ ചോദിച്ചു ആര് വന്നു? ഈശോയാണോ വന്നത്? അല്ല, പിന്നെ ആരാ വന്നത്? അപ്പോൾ എനിക്കും വളരെ ആകാംക്ഷ തോന്നി. ഞാൻ പെട്ടെന്ന് തലയുടെ കീഴിൽ നിന്നും കൃപാസന മാതാവിൻ്റെ പത്രം എടുത്ത് നോക്കുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ ആണ്. ഇതേ ഫോട്ടോയാണ് ആ പത്രത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു അതെ ഇതാ വന്നേ. ഞാൻ ചോദിച്ചു എന്തു പറഞ്ഞു? എന്നെ ചിരിച്ചു കാണിച്ചു, എന്നെ തലകൊണ്ട് ആംഗ്യം കാണിച്ചു, മാടി വിളിച്ചു. കുറച്ചു നേരം ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ വിളിച്ചു, കണ്ണ് തുറന്നു. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ഇവിടെയല്ല, ഹോസ്പിറ്റലിലും അല്ല. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാ? ഏതോ പള്ളിയോട് ചേർന്നുള്ള ഏതോ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോഴേ എനിക്ക് തോന്നി അമ്മ മാതാവ് ഉറപ്പായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന്. അങ്ങനെ 3-ാം തീയതി ആയിരുന്നു, നവംബർ 3-ാം തീയതി. നവംബർ 5-ാം തീയതി ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഞാൻ കൊണ്ടുപോയി. ദിവസവും ടെസിയുടെ വയറെ പുരട്ടുമായിരുന്നു. പിന്നെ നമ്മുടെ അമ്മ മാതാവിൻ്റെ ലോക്കറ്റ് ശരീരത്തിൽ വെച്ച് 51 വിശ്വാസ പ്രമാണം എന്നും ചൊല്ലിയിട്ട് കടന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന സമയത്താണ് കീമോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ വന്നു. ഞാൻ ഡിസംബർ 16-ാം തീയതി ഇവിടെ വന്നു. ജോസഫ് അച്ഛനെ കണ്ടു. എനിക്ക് ടോക്കൺ കിട്ടി. ഞാനൊരു ഫോട്ടോയും കൊണ്ടാണ് വന്നത്. പിന്നെ ആശുപത്രിയുടെ ഡോക്യുമെൻറ്റ്സും ഉണ്ടായിരുന്നു. അച്ഛനെ കാണിച്ചു. അച്ഛൻ ആ ഡോക്യുമെൻറ്റ്സും ഫോട്ടോയും അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും സ്വരൂപത്തിൽ നേരം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയുമായിരിക്കും. അച്ഛനൊന്നും മിണ്ടിയില്ല. അവസാനം ഫോട്ടോയിൽ വെഞ്ചരിച്ച തൈലം പുരട്ടി ആശീർവദിച്ച് എനിക്ക് തന്നിട്ട് തല കൊണ്ട് പൊക്കോളാൻ കാണിച്ചു. ഞാൻ പോയി. ഞാനത് അതേപടി ഡ്രൈ ആകാതെ അതേപടി തിരുവനന്തപുരത്തായിരുന്നു താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് അവിടെ ചെന്നിട്ട് ഇവിടെ വയറെ വെച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം പിന്നെ വയറ്റിൽ വെള്ളം കെട്ടുന്നത് പിന്നെ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ചങ്കിൽ വയറ്റിൽ നിന്നും ചങ്കിൽ നിന്നുമായിട്ട് കുത്തിയെടുത്തു. ഇനി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും അതോടുകൂടി പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ടെസ്സിയുടെ ശരീരത്തിൽ നിന്ന് കുത്തിയെടുത്തിട്ടില്ല. തന്നെയല്ല, ശരീരം മുഴുവനും വീർത്ത് നീര് വെച്ച് കാലിൻ്റെ 2 കാലിലേക്കൂടെയും രോമക്കുത്തുവഴി കണ്ണുനീര് പോലത്തെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അവിടെ വ്രണമായി. എന്തായാലും അതിനുശേഷം പെട്ടെന്ന് നീര് വലിഞ്ഞു, വ്രണങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങി. പ്രാർത്ഥിച്ചു. 4ാമത്തെ കീമോയ്ക്ക് വീണ്ടും അവർ റെഫർ ചെയ്തു. അമ്മ മാതാവിൻ്റെ ശക്തിയായ ഇടപെടലാൽ 4ാമത്തെ കീമോ മുഴുവൻ കൊടുക്കാൻ സാധിച്ചു. കാരണം കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് മെഡിസിൻ എല്ലാം കൊടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ജീവനോടെ എനിക്ക് തിരിച്ചു തന്നാൽ അമ്മയുടെ തിരുസന്നിധിയിൽ വന്നതിന് ശേഷം മാത്രമേ എൻ്റെ സ്വഭവനത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയുള്ളൂ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ അവിടുത്തെ രക്തത്താൽ ടെസ്സിയെ കഴുകി ശുദ്ധീകരിക്കണമെന്ന്. എന്തായാലും 4ാമത്തെ കീമോ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് സർജറിക്ക് വിട്ടുകൊടുത്തപ്പോൾ അവരത് തിരിച്ചു വിട്ടു. 5ാമത്തെ കീമോയും ഫുള്ള് കഴിഞ്ഞു. വീണ്ടും സർജറിക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ ഞാൻ വെഞ്ചരിച്ച് ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പ് എൻ്റെ കൈവശം തന്ന ഫയലിലും ആ ടേബിളിലും ഒരു തുള്ളി വിതറി. എന്തായാലും ഡോക്ടർ കണ്ടു. അന്നേരം ഡേറ്റ് തന്നു, ഫെബ്രുവരി 15. ഇനിയും കടമ്പകൾ ഏറെയുണ്ട്. അനസ്തേഷ്യയുടെ സർട്ടിഫിക്കറ്റ് വേണം. അനസ്തേഷ്യയുടെ അരികെ പോയപ്പോഴും ഞാൻ ഇതേപടി തുടർന്നു. അവിടെ ചെന്നും ഇതേ ചെയ്തപ്പം അനസ്തേഷ്യയും പറഞ്ഞു, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെ ഫെബ്രുവരി 15 ഡേറ്റിലേക്ക് ഞങ്ങൾ ഓപ്പറേഷൻ അടുക്കുകയാണ്. ഡോക്ടർമാർക്ക് പ്രതീക്ഷകളൊന്നുമില്ല. അവർ എന്നും വന്ന് പറയും പ്രതീക്ഷിക്കരുത്, കാരണം ഓപ്പൺ സർജറിയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പറയാൻ പറ്റുള്ളൂ ശരീരത്തിൻ്റെ എവിടെയെല്ലാം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും അതിന് മുന്നേ CT സ്കാൻ എടുത്തപ്പം 18 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴയുണ്ടായിരുന്നത് അത് ചുരുങ്ങി തുടങ്ങി. ചെറിയ ചെറിയ മുഴകളും വയറ്റിൻ്റെ ഉള്ളിൽ ഫുൾ ഭാഗങ്ങളായിട്ട് സ്പ്രെഡായിരുന്ന ഭാഗങ്ങളൊക്കെ അപ്രത്യക്ഷമായി. അതോടുകൂടി ഡോക്ടർമാർക്കും ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ വന്നു, നമുക്ക് ചെയ്യാമെന്ന്. പക്ഷേ എന്നാലും കുടലിൽ വ്യാപിച്ചോ കരളിൽ വ്യാപിച്ചോ എന്നുള്ള അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം, പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് തുന്നിക്കെട്ടി വെക്കും, പിന്നെ നമുക്ക് കീമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ചാൾ തള്ളി നീക്കി പോകാം. അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ തിയേറ്റർ കയറ്റുമ്പോഴും അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച ആ ഉപ്പ് അവിടെ ശരീരത്തിലുണ്ടായിരിക്കണമെന്ന്.
പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, മേജർ ഓപ്പറേഷൻ തിയേറ്ററാണ്, അവിടെ കയറ്റിക്കൊണ്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നു. ആ വഴിയിലൂടെ ഞാൻ ഒരു നുള്ള് ഉപ്പ് ടെസ്സിയുടെ ശരീരത്തിൽ വെച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. രണ്ടാമത്തെ ഓപ്പറേഷനായിരുന്നു. അന്ന് 6 ഓപ്പറേഷനുണ്ട്. 10:30 ആയപ്പോൾ കയറ്റി. 11-11:30 ആയപ്പോഴത്തേക്കിന് ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. എനിക്കും ആവലാതിയായി. ഒത്തിരി പേര് പുറത്തിരിപ്പുണ്ട്. എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. എന്തായാലും 12-1 മണിയായപ്പം പിന്നെ എനിക്ക് സന്തോഷമായി, കാരണം സക്സസ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ 5:30 മണിയായപ്പോൾ മെയിൻ ഡോക്ടറും അതിൻ്റെ ടീം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സർജറി സക്സസ് ആയി, കുഴപ്പമൊന്നുമില്ല, ശരീരത്തിന് മറ്റ് വ്യാപങ്ങളൊന്നും വ്യാപിച്ചിട്ടില്ല, കുടൽ സേഫാണ്, കരൾ സേഫാണ്. ബട്ട് നമ്മുടെ ബ്ലാഡറിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം ബ്ലാഡറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുത്തു എന്ന് പറഞ്ഞു. എന്തായാലും ദൈവകൃപ കൊണ്ട് ഓപ്പറേഷൻ സക്സസ് ആയി. അന്ന് പിന്നീട് നടത്തേണ്ടിയിരുന്ന 4 ഓപ്പറേഷൻ ക്യാൻസലായി പോയി. എന്നാലും ജീവനോടെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തിരിച്ചു തന്നു. ഞങ്ങൾ അതിനുശേഷം മാർച്ച് 23-ന് അവിടുന്ന് ഡിസ്ചാർജായി. 26-ാം തീയതി രാവിലെ 5:30 മണിക്ക് ഇവിടെ വന്ന്, പള്ളി തുറന്ന സമയത്ത് കുറച്ച് ഇൻഫെക്ഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആദ്യം തന്നെ വന്ന് തുറന്ന് കയറി അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് തിരിയും കത്തിച്ച് ഞങ്ങൾ വേഗം തിരിച്ചു പോയി. അതിനുശേഷം 4 മാസം കഴിഞ്ഞ് ഇന്നലെ റിവ്യൂ ആയിരുന്നു. ഇന്നലത്തെ റിവ്യൂവിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവർക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി പോയി. കാരണം ഇതുപോലെ അത്യാസന്ന നിലയിലായിരിക്കുന്ന ടെസ്സിയെ കണ്ടപ്പോൾ അന്നേരത്തെ അവസ്ഥയല്ല ഇത്. ഇപ്പം ആൾ 70% ഉഷാറായി. അന്നേരം ജീവൻ പോലും ഇല്ലായിരുന്നു, അങ്ങനെ അവസ്ഥയായിരുന്നു. എനിവേ എന്തായാലും അവർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇതൊരു മിറാക്കിൾ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ നിമിഷം തൊട്ടേ, കാരണം ഞാൻ അവിടെ എൻ്റെ കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ആദ്യം എൻ്റെ മോളെ കണ്ട കുടിപ്പിച്ചത് മടി കാണിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആൻറ്റിമാരും മോളും അവരും അയൽക്കാരും ഒന്നുമല്ല പത്രം വിതരണം ചെയ്യേണ്ടത്, സ്വന്തം കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ പത്രം അവർക്ക് 2 കൈ നീട്ടി കൊടുത്തു. അത് കൊടുക്കുന്ന വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു. 2 കൈ നീട്ടി എല്ലാവരും സ്വീകരിച്ചു. എന്തായാലും അവർക്ക് അറിയാമായിരുന്നു ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ പള്ളിയിൽ പോകുന്നുണ്ടെന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും. കാരണം അവിടെ എല്ലാവർക്കും അതൊരു സുപരിചിതമാണ്. കൃപാസനം RCC കോളേജിൽ, മെഡിക്കൽ കോളേജിൽ എല്ലാവർക്കും അറിയാം കൃപാസന മാതാവ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃപാസന മാതാവിൻ്റെ പത്രമേ ഉള്ളൂ കിട്ടാൻ. എന്തായാലും അത് കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു, ചെക്കപ്പെല്ലാം കഴിഞ്ഞു, എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും അമ്മയുടെ അരികിൽ എത്തിയിരിക്കുകയാണ്. നന്ദി പറയുകയാണ്. വെറും നന്ദിയല്ല, എത്ര മാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം കൃപാസന മാതാവ് യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പൂർണ്ണ രോഗശാന്തി നൽകി ഞങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയാണ്. പിന്നെ 26-ാം തീയതി ഇവിടെ ഞങ്ങൾ വരുമ്പോൾ അതിലും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എല്ലാവരും കൂടുതലുണ്ടായിരുന്നു. 3 മക്കളാണ്. മക്കളും മക്കളുടെ പേരക്കുട്ടികളും കുടുംബം എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് ഞങ്ങൾക്കിവിടെ അമ്മയെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയാൻ സാധിച്ചത്. അതുപോലെ പെൺകുട്ടികൾ 2 പേരും ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. ഇന്നിപ്പം ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് റിവ്യൂ കഴിഞ്ഞ് വന്നിട്ടാണ്. അപ്പം അമ്മയും തിരുക്കുമാരനും നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടി, സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നെക്കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ 6-7 മാസമായിട്ട് ജോലിയൊന്നുമില്ല, ഇവക്കും ജോലിയില്ല. എൻ്റെ ജോലി കളഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് കഴിയുകയാണ്. അപ്പം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ല, പൊതിച്ചോറ് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല, എപ്പോഴും ഇവിടെ കൊടുത്തത് തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ ചെയ്യുന്നത് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന നിമിഷം തൊട്ടേ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് അവിടെ വരുന്ന 10 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ മുതലുണ്ട്. അവരെ കാണുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ നിരന്തരമായിട്ടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങൾക്ക് ഇത്രയും ജീവിതം ഞങ്ങൾക്ക് തന്നല്ലോ, ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുതെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ പത്രം വിതരണം ചെയ്യും. പിന്നെ എൻ്റെ ഇളയ മോളുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ പരിധി നടന്നിട്ട് സാമ്പത്തികമായിട്ട് നന്നെ മോശമായ ഫാമിലിയോട് കണ്ടിട്ട് എന്നോട് പറയും, ഡാഡി അവർക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ ചെറിയൊരു സഹായം കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്നൊരു വാഗ്ദാനം ചെയ്തായിരുന്നു, എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് തിരിച്ചു തന്നാൽ ഇനി ഒരു തുള്ളി മദ്യം പോലും ഞാൻ കഴിക്കില്ല എന്ന്. സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ കഴിച്ചിട്ടില്ല, ഇനിയും കഴിക്കുകയില്ല. ഇനി എൻ്റെ ഉള്ളൊരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതിന് ഒത്തിരി കടമകളുണ്ട്. ജോലിക്ക് പോകാൻ പറ്റില്ല, ജോലിക്ക് പോയാൽ സമയത്ത് നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പം ദൈവമാതാവിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. ആ കാര്യവും സന്തോഷപൂർവ്വം അമ്മ മാതാവ് തിരുക്കുമാരനോട് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന്
ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കൊടുക്കാം. 3 മാസം കൂടെ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിടത്താണ് ഞാനിപ്പോൾ ഈ 7 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ മാതാവിൻ്റെ അനുഗ്രഹത്തെ, മാതാവിന് എത്ര എൻ്റെ മരണം വരെ നന്ദി പറഞ്ഞാലും തീരാത്ത അനുഗ്രഹമാണ് എൻ്റെ അമ്മ എനിക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ എങ്ങനെ നന്ദി പറയണം, എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. അതുപോലെ ഉള്ള അനുഗ്രഹമാണ് എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരിക്കലും ഞാനും മരണത്തിന് വേണ്ടി എന്നെ തന്നെ എടുത്തിരുന്നു. പക്ഷേ കാരണം ഒരു ഹോപ്പും ഇല്ല. എനിക്കും അത് മനസ്സിലായി. ഫസ്റ്റൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഇത്ര സീരിയസ് ആണെന്നുള്ളത്. ക്യാൻസർ ആണെന്ന് മനസ്സിലായി, പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് ആണെന്നാണ് ഇവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ലാസ്റ്റ് ലങ്സിൽ നിന്നും വെള്ളം കുത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. പക്ഷേ മാതാവ് എനിക്കതിന് ധൈര്യം തന്നു. മാതാവിനെ എനിക്ക് നേരിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതെനിക്ക് ഒരിക്കലും ആ കാഴ്ച എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെ മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തി. എൻ്റെ ഈ മരണക്കിടക്കയിൽ നിന്ന് പറയാം, മരണക്കിടക്കയിൽ നിന്നും എന്നെ കൈപിടിച്ചുയർത്തി ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കൃപാസന പത്രത്തെ പരിശുദ്ധ അമ്മയുടെ കരമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ കൃപാസനം പത്രം കിട്ടിയത് കൊണ്ടാണ് ഒത്തിരി ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ പത്രം വായിച്ചാണ് ഒത്തിരി ആളുകൾ ഈശോയുടെ അടുക്കൽ എത്തിയിട്ടുള്ളത്. തോമസ് ഏട്ടനും ഈ ഒരു പത്രം കയ്യിൽ കിട്ടിയതുകൊണ്ടാണ് കൃപാസനത്തിലേക്ക് കടന്നു വന്നത്. അമ്മയാണ് കൊണ്ടുവന്നത് എന്നതിനൊരു തെളിവാണ് ടെസ്റ്റ് ചേച്ചി കണ്ട അമ്മയെ നേരിട്ട് കണ്ടത്. അമ്മ ആ തല കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞത് അമ്മ വിളിച്ചു എന്നുള്ളതാണ്. അമ്മ തന്നെ വിളിച്ചു കൊണ്ടുവന്നതാണ്. കൃപാസന പത്രം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അമ്മ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്നുള്ളതാണ്. പിന്നീടുള്ള അനുഭവം ഇവർ പറയുന്നുണ്ട്. ആദ്യം ഒരു പ്രതീക്ഷയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ പിന്നീട് അവർക്ക് തന്നെ അത്ഭുതം വരുന്ന രീതിയിൽ ഇവർക്ക് സൗഖ്യം ലഭിക്കുകയാണ്. പിന്നീട് ചെയ്ത ട്രീറ്റ്മെൻ്റ് എല്ലാം വിജയിക്കുന്നു. പിന്നെ ഇപ്പോൾ എപ്പോഴും അവർ ഒന്നുകൂടി പോയി ചെക്ക് ചെയ്ത് ക്യാൻസർ ഇല്ല എന്നുള്ളത്, പൂർണ്ണമായി ഇല്ല എന്നുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. യേശയ്യ 30:20 കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നിനക്ക് തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.